ഞാൻ സൂചിപ്പിക്കട്ടെ, അങ്ങും അതിനുശേഷം പറയുന്നത് എന്താണ്? AICCയുടെ ഇവിടുത്തെ ചുമതലയുള്ള അഖിലേന്ത്യാ നേതാവ് ബഹുമാനിയായ കോൺഗ്രസിന്റെ ശ്രീ ദീപാദാസ് മുൻഷിയോ മറ്റോ ഈ കാര്യത്തിൽ ശക്തമായി ഇടപെട്ടു, തിരുത്താൻ കോൺഗ്രസിന്റെ ആകെ നിലപാട് ഇതല്ല എന്ന് വ്യക്തത വരുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങ് പരിശോധിച്ച് നോക്ക്. സത്യസന്ധമായും കേരളത്തിന്റെ പൊതുസമൂഹം രാഷ്ട്രീയ സങ്കുചിതത്വങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു വ്യത്യാസങ്ങൾക്കും അതീതമായി കേരളത്തിൽ അന്തസ്സോടുകൂടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ സമൂഹം ഒന്നടങ്കം നാം എല്ലാവരും ഈ അതിജീവിതയോടൊപ്പം ഒടുവിൽ വരെ നിലനിൽക്കും, നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് സുചിന്തിതമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നല്ലേ ഈ പറയുന്ന ഈ തൊലിപ്പുറത്തെങ്കിലും ഞങ്ങൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനമാണ് UDF കൺവീനറിൽ നിന്നും ഉള്ളത് എന്ന് കോൺഗ്രസ് അവകാശപ്പെടാൻ കാരണം എത്രയോ ഇൻസ്റ്റൻസസ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിധി പ്രസ്താവം വരുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പാണ്. അങ്ങ് ഓർമ്മിക്കുന്നില്ലേ? എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആലുവ നഗരസഭയുടെ രജത ജൂബിലി ആഘോഷം, ആ ജൂബിലി ആഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി റെഡ് കാർപ്പറ്റ് വിരിച്ച് ആലുവ നഗരസഭയുടെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അങ്ങോട്ടേക്ക് നിലവിളക്ക് കൊളുത്താൻ ആനയിച്ചു കൊണ്ടിരുത്തിയ ആൾ ആരായിരുന്നു? കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയണ്ടേ? മലയാളത്തിന് മുമ്പിൽ ചിത്രങ്ങളില്ലേ? നമ്മളുടെ മുമ്പിൽ ആ ദൃശ്യങ്ങളില്ലേ? കേരളത്തിലെ അന്തസ്സുള്ള കോൺഗ്രസ്സുകാരടക്കം അപമാനഭാരത്താൽ ശിരസ് കുനിച്ച ദിവസമായിരുന്നില്ലേ ഈ കേസിൽ? ഈ ബലാത്സംഗ കൃത്യത്തിന് നേതൃത്വം നൽകിയ കേസിലെ പ്രതിയെ റെഡ് കാർപ്പറ്റ് വിരിച്ച് കോൺഗ്രസ് ദീർഘകാലമായി ഭരിക്കുന്ന നഗരസഭയുടെ ജൂബിലി ആഘോഷത്തിനായി ചുവപ്പ് പരപതാനി വിരിച്ച് സ്വീകരണം നൽകി കേരളത്തിലെ എറണാകുളത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ സംഘത്തലവന്റെ കൂടെ ഉണ്ടായിരുന്ന സഹനടന്മാർക്ക്, അദ്ദേഹത്തെ നിരുപാധിക പിന്തുണ കൊടുക്കുന്നവർക്ക് 2021 നിയമസഭയിൽ സീറ്റ് കൊടുത്തു, മത്സരിപ്പിച്ചു. അങ്ങ് ഓർക്കുന്നില്ലേ? ഈ കേസിലെ പ്രതിയായി ചലച്ചിത്ര നടൻ ജയിലിൽ കിടന്ന സമയത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ ജയിലിന്റെ പുറത്തു വന്ന് കണ്ണീരണിഞ്ഞ് അതിജീവിതയെ അപമാനിക്കാനും ഈ ബലാത്സംഗ കൃത്യത്തിന് നേതൃത്വം നൽകി എന്ന ആരോപണം നേരിടുന്ന ഈ നടനു വേണ്ടി ന്യായീകരണം ഒരുക്കുകയും ചെയ്ത ഒന്നും രണ്ടും ആളുകൾക്ക് കേരളത്തിലെ കോൺഗ്രസ് വിവിധയിടങ്ങളിൽ സീറ്റ് നൽകി മത്സരിപ്പിച്ചു.